ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ വായനഭാഗം സങ്കീർത്തനങ്ങൾ 103 മുതൽ 105 വരെ. ഇന്നത്തെ ചിന്തയ്ക്കായി 103-ാം സങ്കീർത്തനം 17-ാം വാക്യം. യഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. വളരെ മനോഹരമായ ഒരു സ്തുതിഗീതമാണ് ഈ സങ്കീർത്തനം. വ്യക്തിപരമായും സമൂഹമായും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം കടപ്പെട്ടവരാണ് എന്ന സന്ദേശം ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നാം നമ്മുടെ നഷ്ടങ്ങളെ ഓർത്ത് പരിതപിക്കുന്നതിനേക്കാൾ ദൈവിക ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ് വേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 1000 തൂലികയ്ക്ക് എഴുതുവാനുള്ള വക ഈ സങ്കീർത്തനത്തിലുണ്ടെന്നും ഈ സങ്കീർത്തനം തന്നെ ഒരു ബൈബിൾ ആണെന്നും മിക്കവാറും സഭയുടെ ഗാനഗ്രന്ഥമായി ഇത് മാത്രം മതിയാകുമെന്നും സ്പർജൻ എന്ന വേദപണ്ഡിതൻ അഭിപ്രായപ്പെടുന്നു. ഏറ്റവും വിശിഷ്ടമായ ഈ സങ്കീർത്തനം ദാവീദ് തൻ്റെ ജീവിത സായാഹ്നത്തിൽ രചിച്ചതാകാമെന്നും കരുതുന്നു. ഈ സങ്കീർത്തനത്തിൽ നിന്നും 2 ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, അകൃത്യങ്ങളെ മോചിക്കുന്ന ഒരു ദൈവം. ജീവിതത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഒരു ഉപകാരമാണ് അകൃത്യം മോചിക്കപ്പെടുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു എന്ന്. യഹോവ തനിക്ക് നൽകിയ ഉപകാരങ്ങളെ ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. ദൈവ വഴികൾ വിട്ടു നടക്കുന്ന ദുശ്ശാഠ്യക്കാരോട് ക്ഷമിക്കുന്നവനാണ് ദൈവം. രോഗസൗഖ്യം നൽകുന്ന മരണത്തിൻ്റെ തീവ്രതയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ ദയ, കരുണ തുടങ്ങിയ ഭാവങ്ങൾ പ്രകടമാക്കുന്ന ഒരു ദൈവം. നാശകരമായ കുഴിയിൽ നിന്നും നമ്മെ കരകയറ്റുന്നൊരു തമ്പുരാൻ. ഇവിടെ പ്രവാസത്തിൻ്റെ കഷ്ടാനുഭവങ്ങളിലായിരുന്ന ജനത്തെ അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് ഇരകളാക്കാതെ അവരുടെ തന്നെ അകൃത്യങ്ങളിൽ നിന്നും വിമോചിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. എത്രമാത്രം ഭൗതിക നന്മകൾ ലഭിച്ചാലും ഒരു വ്യക്തിയുടെ അകൃത്യം മോചിക്കപ്പെടുന്നില്ലെങ്കിൽ ജീവിത ലക്ഷ്യം പോലും ഫലവത്തായിട്ട് തീരുകയില്ല. അതിനാൽ ഈ ദൈവത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. നമ്മുടെ അകൃത്യങ്ങൾ മോചിക്കപ്പെടേണ്ടതിനായി നമുക്ക് ഈ ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, നമ്മുടെ പ്രകൃതി അറിയുന്ന ദൈവം. നമ്മുടെ പ്രകൃതി അഥവാ സ്വഭാവം നമ്മുടെ ദൈവത്തിനറിയാം. നാം പൊടിയാണെന്ന് ഓർക്കുകയും വയലിലെ പൂവ് പോലെ പൂക്കുകയും കാറ്റടിക്കുമ്പോൾ നശിച്ചു പോകുകയും ചെയ്യുന്ന നിസ്സാരനാണ് മനുഷ്യനെന്ന് അറിയുകയും ചെയ്യുന്ന ഒരു ദൈവം. ക്ഷണികനാണ് മനുഷ്യൻ. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ശ്വാസോച്ഛ്വാസം പോലും സ്വന്തമായി കഴിയാത്തവൻ. അതിനാൽ നശ്വരമായ ഈ മനുഷ്യ പ്രകൃതം കാരണമാണ് ദൈവം നമ്മോട് തൻ്റെ അനുകമ്പ കാട്ടുന്നത്. അതിനാലാണ് ദൈവത്തിൻ്റെ ദയ അനുഭവിക്കുവാൻ ഓരോ ദിവസവും ഓരോ നിമിഷങ്ങളിലും നമുക്ക് കഴിയുന്നത്. ഇവ പ്രാപിക്കുവാൻ കഴിയുന്നത് ഭക്തന്മാർക്കാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഭക്തന്മാർ? ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുന്നവരും ദൈവിക കൽപ്പനകൾ പ്രമാണിക്കുന്നവരുമാണ് ഭക്തന്മാർ. പ്രിയ ദൈവജനമേ, നശ്വരമായ ഈ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരായി, ദൈവത്തിൻ്റെ ഭക്തന്മാരായി ജീവിക്കുവാൻ നമുക്കിന്ന് സാധിക്കുമോ? കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ക്ഷണഭംഗുരമായ ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഓർക്കാതെ ഞങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന പിതാവ് അവിടുന്നാകുന്നുവല്ലോ. ഞങ്ങളുടെ കുറവുകളെ സങ്കടപൂർവ്വം ഞങ്ങളെ ഏറ്റുപറയുന്നു. അങ്ങയുടെ യഥാർത്ഥ ഭക്തന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് പുത്രൻ തമ്പുരാൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.